സിനിമയിൽ ഇങ്ങനെ പ്രമേയം ഡിസ്കസ് ചെയ്തിട്ടില്ല ഇതുവരെ. വളരെ പ്രകൃതി തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് രണ്ടും കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ നേരെ ഡിഫറെൻ്റാണ്. സെക്കൻഡ് ഹാഫ് വളരെ എസ്തെറ്റിക്കാണ്, പോയറ്റിക്കാണ്. ഇത് റെയർ ഫിലിമാണ്. ഇങ്ങനെ ടെക്നോളജിയുടെ മിസ്യൂസ് കാണിക്കുന്നുണ്ട്. മലയാളികളുടെ കപട സദാചാരം, ലൈംഗിക ആധാരത്തിൽ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. നല്ലൊരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ഇതെൻ്റെ കൊച്ചിൻ്റെ നായകനാണ്. അവൻ എൻ്റെ മോനാണ്. അത്രയും അടുപ്പമുള്ള ബന്ധമുള്ള ഒരുത്തനാണ് നിതീഷ്. ഇമോഷണലായി എന്ന് പറഞ്ഞാൽ അവനെൻ്റെ എന്താ പറയണമെന്ന് അറിയാമല്ലോ. അവൻ്റെ വീട്ടിൽ ഞാൻ കിടക്കുന്നു. അവൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ കേട്ട് അത്ര ബന്ധമുള്ളൊരു സംഭവമാണ്. സിനിമ വളരെ നന്നായിട്ടുണ്ട്. ഇത്ര മതി സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര മതി. പിന്നെ ധാരാളം ബ്യൂട്ടിഫുൾ ഫിലിം. ഇന്ന് എനിക്കൊന്നേ പറയാനുള്ളൂ, മലയാള സിനിമയിൽ ഇന്ന് ഇതുപോലുള്ള പ്രൊഡ്യൂസേഴ്സും ഹീറോ ബേസ്ഡ് ആയിട്ടുള്ള കഥ ബേസ്ഡ് ആയിട്ട് പടം എടുക്കുന്നു എന്നുള്ള കാണുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ടച്ചിങ് ആയിട്ടുള്ളൊരു സിനിമ എഴുതുന്നത്. സോഷ്യലി ഒരു വലിയൊരു മെസ്സേജുണ്ട്. എന്ത് കണ്ടാലും ആണ് ഫോർവേഡ്, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഒരു ഫോർവേഡ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം നഷ്ടപ്പെടുന്ന പോലും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം. അതിന് പൈസ മുടക്കിയിട്ടുള്ള ആ പ്രൊഡ്യൂസറിന് ബിഗ് സല്യൂട്ട്. ബിക്കോസ് ആ റിസ്ക് എടുത്തിട്ടുണ്ട്. അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും എല്ലാം പുതുമയുണ്ട്. ഇറ്റ്സ് എ വെരി ടച്ചിങ് ഫിലിം. പീപ്പിൾ ഷുഡ് വാച്ച് ഇറ്റ്. കൺഗ്രാജുലേഷൻ ടു ഓൾ ദ ടീം. താങ്ക് യു. സിനിമയാണ് തണുപ്പ്. ഞാൻ കഥയൊന്നും കേൾക്കാതെയാണ് ഈ പടത്തിൽ അഭിനയിച്ചത്. ഒരു ചെറിയ സീനിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പടം കണ്ടപ്പോഴാണ് സത്യത്തിൽ ആ ക്യാരക്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. മൊത്തത്തിൽ പടം ഭയങ്കര നല്ല ഫീലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് വല്ലാത്തൊരു വിങ്ങലോടുകൂടിയേ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. എന്തോ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. നല്ലൊരു സിനിമയാണ്. അത് പാതി വഴിയിൽ വെച്ചിട്ട് ചത്തുപോകാൻ നിങ്ങൾ സമ്മതിക്കരുത്. കാരണം നല്ല നല്ല സിനിമകൾക്കാണ് നിങ്ങൾ പ്രേക്ഷകർ പിന്തുണ കൊടുക്കേണ്ടത്. ഈ പടത്തിനും അതുണ്ടാവണം, എൻ്റെ അഭ്യർത്ഥനയാണ്. താങ്ക് യു. നമ്മൾ ഈ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പറയാൻ തോന്നുന്നത് തണുപ്പല്ലല്ലോ, ചൂടല്ലേ എന്നാണ് പ്രധാനമായിട്ടും. പിന്നെ എപ്പോഴും അങ്ങനെയല്ലേ, നമ്മൾ കാണുമ്പോൾ നമുക്ക് വളരെ എന്താ പറയുക, സ്മൂത്ത് ഫ്ലോയിങ് ആണെന്ന് തോന്നുന്ന പല ജീവിതങ്ങൾക്കും നമ്മളറിയാത്ത കുറേ ഉൾച്ചൂടുകളുണ്ടാവും അല്ലേ. പക്ഷെ നമ്മൾ മനുഷ്യർ പലപ്പോഴും മനുഷ്യരാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ മനുഷ്യരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, പിന്നെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ. നമുക്ക് സോഷ്യൽ ഓഡിറ്റിങ്ങിലാണ് കൂടുതൽ താല്പര്യം. പക്ഷേ നല്ലൊരു മെസ്സേജ് തന്നിട്ടുണ്ട്, നമ്മളെ കണ്ണു തുറപ്പിക്കാൻ തക്ക രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആർട്ടിസ്റ്റുകൾ നിതീഷ് ആയാലും GP ആയാലും ബാക്കി ഓരോ ആർട്ടിസ്റ്റും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. മനോഹരമായ ജീവിതം പറഞ്ഞൊരു സിനിമ. നല്ല സിനിമയാണ്. നമ്മൾ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു എമോഷണൽ ആയിട്ടൊരു സിനിമ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. സൊസൈറ്റി എന്താ പറയുക, ബോധവൽക്കരിക്കേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും നല്ല സിനിമ, നന്നായിട്ട് കണ്ടു. ഇത് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലൊന്നുമല്ല, ഞങ്ങൾ ഒരു നല്ലൊരു കഥ പറയാൻ കഴിഞ്ഞു, മെസ്സേജ് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞു, അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ ഒരു കോ പ്രൊഡ്യൂസർ. സോ വളരെയധികം സന്തോഷം ഈ സിനിമ ഉണ്ടായത്. അപ്പോൾ രാകേഷ് ചേട്ടനെ വർഷങ്ങളായിട്ട് പരിചയമുള്ളവരാണ് ഇതിൻ്റെ സംവിധായകൻ. സോ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഈ ഒരു പുതിയൊരു ആശയം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുമ്പൊരിക്കൽ ഞങ്ങൾ ഇതേപോലെ കണ്ണൂർ പോയപ്പോൾ ഈ ഷൂട്ട് ചെയ്ത ഈ വീടും അല്ലെങ്കിൽ ഈ ഷൂട്ട് ചെയ്ത ഈ ഒരു പ്ലേസൊക്കെ കാണിച്ചെന്ന പുള്ളി ഇതിനെ പറ്റി ചെറിയ ബ്രീഫൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്ര ഒരു മനോഹരമായിട്ടുള്ളൊരു സിനിമ അദ്ദേഹം ഉണ്ടാക്കുമെന്ന്. പക്ഷേ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം അത് കോംപ്രിഹെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ എല്ലാവരും തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം, വിജയിപ്പിക്കണം. ഒരു കൊച്ചു സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഈ ഒരു എന്താ പറയുക, ഇവരുടെ ഒരു പ്രയത്നത്തിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഞങ്ങൾ രണ്ടുപേരോടാണ് ചെയ്തത്. ഡോക്ടർ ലക്ഷ്മി ചെയ്യാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം. കാരണം ഇത്രയും നല്ലൊരു കണ്ടൻറ്റ്, അല്ല ഇത്രയും നല്ലൊരു മെസ്സേജ് സമൂഹത്തിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. കാരണം എന്താ പറയുക, നിങ്ങൾ കണ്ടല്ലോ, പടം കണ്ടല്ലോ. അപ്പം അതൊരിക്കലും മോശമായി പോയ ഒരു പടമല്ലല്ലോ, നല്ലൊരു പടമല്ലേ.
അപ്പോൾ ഇതെല്ലാവരും കാണണം, എല്ലാവരും സ്വീകരിക്കണം, എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കണം. കാരണം ഇനിയും ഇതുപോലത്തെ സിനിമകൾ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം എല്ലാവരും. ഞാൻ എല്ലാവരോടും ഓരോരുത്തരോടും പറയാണ്, ഈ സിനിമ നമ്മൾ കണ്ടിരിക്കേണ്ട സിനിമയാണ്. എനിക്ക് ഇതിൻ്റെ ഒരു മെസ്സേജ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഒരു മെയിൻ ഒരു ഹീറോ എന്ന് പറയുന്നത്. സിനിമ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്ഷൻ, പിന്നെ സ്ക്രിപ്റ്റ് എല്ലാം, ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം കൊണ്ടും ക്യാമറ ആണെങ്കിലും എല്ലാം നന്നായിട്ടുണ്ട്. എല്ലാത്തിലും ഉപരി ഈ സിനിമ നമുക്ക് തരുന്ന ഒരു മെസ്സേജാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻറ്റ്. അതായത് ഒന്ന്, നമ്മൾ എല്ലാവരും മുന്നും പിന്നും നോക്കാതെ ഒരു സത്യമായിട്ടുള്ളൊരു കാര്യത്തിൽ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് പോലും തിരിച്ചറിയാതെയാണ് പലരും ഇപ്പോൾ എടുത്തു ചാടുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ തംബ്നെയിൽ കണ്ടിട്ട് ചാടുന്നത് പോലെയാണ്. ഞാൻ നിങ്ങളെ പറ്റി എല്ലാവരെയും പറ്റി പറഞ്ഞാണ് കേട്ടോ, മീഡിയാസ് ആണെങ്കിലും നമ്മളാണെങ്കിലും ഒക്കെ അല്ലേ. ഇപ്പോൾ തംബ്നെയിൽ കണ്ടിട്ട് ഒരു സംഭവത്തെ നമ്മൾ ജഡ്ജ് ചെയ്യത്തില്ലേ, അതുപോലെയുള്ളൊരു പ്രമേയമാണ് ഇതിൻ്റെ അകത്തൊരു മെയിനായിട്ടുള്ള. അപ്പോൾ അങ്ങനെ ആവരുത്. സത്യാവസ്ഥ എന്താണ് എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ കുറച്ചുകൂടെ അതിനെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യാമെന്നാണ് ഏറ്റവും ആദ്യത്തെ ഒരു മെസ്സേജ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്താൽ നമ്മളുടെ ഒരു ഹെൽത്തി ലൈഫ് നമുക്ക് ഉണ്ടാകും എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഇപ്പോൾ യൂത്തിനൊക്കെ ആണെങ്കിലും നമ്മളുടെ ഒരു ഭയങ്കര ഓടായിട്ടുള്ളൊരു ഇതല്ലേ, തോന്നിയ സമയത്ത് ഭക്ഷണം കഴിക്കുക, വർക്കൗട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ആയിട്ട് ഞാൻ കൂടുതൽ പറഞ്ഞ് എൻ്റെ ഒരു ത്രെഡ് കളയുന്നില്ല. എന്തായാലും ഇത് ഇങ്ങനത്തെ ഒരു മെസ്സേജ്, അതെ അതെ അതെ, നിങ്ങൾ തന്നെ കാണുക, ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. എല്ലാവരും അവനവനൊന്ന് ആലോചിക്കും, ഈ സിനിമ നമ്മളൊന്ന് സ്വയം ഒന്ന് ആലോചിക്കും, ഇത് ശരിയാണല്ലോ ഈ കാണിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇത് വന്ന് കാണുക. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഞാനൊരു 100 പ്രാവശ്യമായി പറയുന്നു. നന്നായിട്ട് തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റ്സ് ഹോൾ എൻറ്റയർ. ഇറ്റ്സ് ആക്ച്വലി ഡീലിംഗ് വിത്ത് എ റെലവൻറ്റ് ടോപ്പിക്. അതായത് നമ്മുടെ മനുഷ്യരുടെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ശീലമാണല്ലോ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇടപെട്ട് കുളമാക്കുന്നത്. നമുക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. ആൻഡ് ഇറ്റ്സ് നോട്ട് പെർട്ടിക്കുലർലി ദിസ് സിറ്റുവേഷൻ ദാറ്റ് ദേ ആർ ഷോയിങ് ഇൻ ദ മൂവി. പല സിറ്റുവേഷനിലും ആൾക്കാർ അത് ചെയ്യാറുണ്ട്. അപ്പം ഇപ്പോഴത്തെ ആൾക്കാർ എന്തായാലും കാണേണ്ട ഒരു പടമാണ് ദ മേക്കിംഗ്. അതായത് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് തോന്നും എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ സെക്കൻഡ് ഹാഫിൽ അത് കയറുന്ന ഒരു കയറ്റമുണ്ട്. അത് കഴിഞ്ഞ് ലൈക്ക് ശരിക്കും നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞു പോകും. അപ്പം എല്ലാവരും കാണേണ്ട മൂവിയാണ്, നല്ല മൂവിയാണ്. ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല നമുക്ക് ബോറടിക്കണമില്ല, പക്ഷേ എന്തോ വല്ലാത്തൊരു ഫീലിംഗ്. നല്ല സിനിമ, വളരെ നല്ലതാണ്. വളരെ സങ്കീർണമായ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ തണുത്തുറഞ്ഞ പ്രതലത്തിലൂടെ വൈകാരികതയുടെ വൈകാരികതയുടെ കൊടും ചൂടിലേക്ക് അനുവാചകരെ നയിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ സിനിമയുടെ. ഇത് വളരെ നല്ല സിനിമയാണ്, എല്ലാവരും കണ്ടിരിക്കുന്നത്. നല്ലൊരു സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു സിനിമ, ഇതുമാതിരി നല്ലൊരു സിനിമ ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടില്ലേ. ഓക്കെ, പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൻകിട ചിത്രങ്ങളോടൊപ്പം, അതായത് ഇതൊരു കൊച്ചു ചിത്രം, ഇതിന് മത്സരിക്കാൻ കാണിച്ച ആ മനസ്സ്, ഇതിൻ്റെ പ്രൊഡ്യൂസറും സംവിധായകരോടും അതിൻ്റെ ആർട്ടിസ്റ്റുകളോടും ക്രൂവിനോടൊക്കെ നമ്മൾ നന്ദി പറയണം. സബ്ജക്റ്റ് ബേസിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ഇന്ന് സമൂഹത്തോട് ചോദിക്കാവുന്ന ഒരു വലിയൊരു ചോദ്യം ഇതിനകത്തുണ്ട്. ആർട്ടിസ്റ്റുകളെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യേണ്ട, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നന്നായിട്ടുണ്ട്. ഈ സിനിമ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വലിയ വിങ്ങൽ നമ്മുടെ കൂടെ ഉണ്ടാകും. അതാണ് ഈ സിനിമയുടെ വിജയം. വളരെ നല്ല മൂവിയായിരുന്നു. വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകുമായിരുന്നു. എന്താ പറയുക, അതിൽ അഭിനയിച്ച നിതീഷ് ഇരട്ടി എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ടും കൂടിയാണ്. പുള്ളി ഒരു അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള പുള്ളി ഇങ്ങനെ ഇത്രയും നല്ലൊരു അഭിനയം കൂടി കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നല്ല മൂവിയായിരുന്നു, എല്ലാവരും പോയി കാണുക. അതിൻ്റെ സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, നമ്മളെന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ളൊരു കഥയാണത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കോതമംഗലത്ത് നിന്ന് അവിടെ ഫിലിമില്ലായിട്ട് ഇവിടെ വന്നതാണ്. ഓക്കെ, നന്നായിട്ട് ചെയ്തു, നല്ല ഫിലിം, എല്ലാവർക്കും ശരിക്കും ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി എല്ലാം, ഗുഡ് സ്റ്റോറിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. ടെക് സ്റ്റോറിയിൽ അഭിനയിക്കുന്നത് ആരും പറയാത്തൊരു കഥ, ആർക്കും ഇഷ്ടമാവുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. സിനിമയെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളും ധാരണകളുമുള്ള ഫിലിം മേക്കേഴ്സാണ് ഇതിൻ്റെ പിറകിൽ. ഇത് ജനം ഏറ്റെടുക്കും, ഉറപ്പായിട്ട് ഏറ്റെടുക്കും. കാരണം ജനങ്ങളിലേക്ക് ഇങ്ങനെ അറിഞ്ഞു വരുന്നുള്ളൂ. ഞാൻ മാനത്ത കൊട്ടാരത്തിൻ്റെ ഡയറക്ടറാണ്. ഞങ്ങൾ മാനത്ത കൊട്ടാരം റിലീസ് ചെയ്തപ്പോൾ
ആദ്യം ഉണ്ടായ അനുഭവം ഇതായിരുന്നു. 2-3 ദിവസം ജനങ്ങളില്ല തിയേറ്ററിൽ, എല്ലാം പുതുമുഖങ്ങളായിരുന്നു. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ രീതി അങ്ങ് മാറുകയാണ്. അതേപോലെ തന്നെ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തണം, ജനങ്ങൾ കാണുന്നൊരു സിനിമയാണ്. നമ്മളെ മലയാള സിനിമയ്ക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു ചിത്രമാണിത്. അതിൻ്റെ മേക്കിംഗ് അത്രയും മനോഹരമായിട്ടുണ്ട്. എല്ലാവരും ഈ സിനിമ കാണണം, നല്ലൊരു സിനിമയാണ്. സിനിമ നല്ല സിനിമയാണ്. ഈ പടത്തിൻ്റെ പേര് തണുപ്പെന്നാണ്, പക്ഷെ ഒരു ചൂടുള്ള സിനിമയാണ്. ചൂടെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള സദാചാര ബോധം, നമ്മുടെ സൊസൈറ്റിയുടെ നോക്കിക്കാണുന്ന രീതി, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. വളരെ നല്ല മെസ്സേജുള്ളൊരു സിനിമയാണ്. നല്ല സംഗീതം, നല്ല സൗണ്ട് ട്രാക്ക് നന്നായിട്ടുണ്ട്. പുതിയൊരാളാണെന്ന് തോന്നുന്നു. മ്യൂസിക് എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ക്യാമറ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല റിവ്യൂസൊക്കെ വരുന്നുണ്ട്. ഈ സിനിമ കുറച്ചുകൂടെ നന്നായിട്ട് ആളുകൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സിനിമയാണ്. ആ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂസ് വരുന്നത് വലിയൊരു പ്രതീക്ഷയുണ്ട്. സിനിമകൾ ചെറിയ സിനിമയാണ്. നമ്മൾ അറിയുന്ന ആളുകളൊക്കെ അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സംവിധായകരും അഭിനയിക്കുന്നവരൊക്കെ. തീർച്ചയായിട്ടും ഈ സിനിമയെ ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ട് ഇതൊരു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം, നമുക്ക് ചുറ്റും നമ്മുടെ ഇടയിലുള്ള വിഷയമാണ് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. നല്ല സിനിമ, നല്ല പടമാണ്, നല്ല രസമുള്ള പടമാണ്. അതായത് ഇതിനകത്ത് ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിട്ടുണ്ട്, വളരെ പ്യൂരിറ്റിയുള്ള ഒരു സ്പേസാണ് കാണിക്കണത്. സെക്കൻഡ് ഹാഫ് അവരുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കണം. സാധാരണ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴാണ് ഒരു പഴയ കാലം വരുന്നത്. പക്ഷേ ഇതിനകത്ത് ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കുന്നതാണ് ഒരു കളർഫുൾ സ്പേസിനെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ ആ ഒരു വളരെ നോർമലായ വളരെ പ്യൂരിറ്റി ഉള്ള ഒരു ലൈഫിനെ കാണിക്കുന്നത്. ശരിക്കും നല്ലൊരു മെസ്സേജുള്ള പടം, രസമുണ്ട്. നമ്മൾ മലയാളികളുടെ പൊതുവെ ഉള്ളൊരു സ്വഭാവമാണ് ഇങ്ങനെ ഒളിഞ്ഞു നോക്കാനുള്ള ഒരു സ്വഭാവം. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടും ആവശ്യത്തിന് അനാവശ്യത്തിനായിട്ട് നമ്മൾ ഒളിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഈ ഒളിഞ്ഞുനോട്ടം എങ്ങനെ നമ്മളെ ഒരു സാധാരണക്കാരൻ്റെ വളരെ സാധാരണക്കാരൻ്റെ ജീവിതം പോലെ എങ്ങനെ തകർത്ത് കളയുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഈ സിനിമ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ അതിൻ്റെ ഒരു മേക്കിംഗ് വളരെ മനോഹരമായിട്ടുണ്ട്. കാരണം തുടക്കത്തിൽ വളരെ സ്ലോ ബേസിൽ ഈ സംഭവം വന്നിട്ട് നമുക്ക് ഒരു ആകാംക്ഷയുണ്ട് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ ആകാംക്ഷ പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും ഒരു കളർഫുൾ ലൈഫ് കാണിക്കുന്നു. പിന്നീട് ആ കളർഫുൾ ലൈഫ് പിന്നെ അവരുടെ ഇപ്പം വർത്തമാനകാലത്തിൽ അവരെന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു രീതിയിലേക്ക് കഥ കടന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ആകാംക്ഷ നിലനിർത്താനായിട്ട് വളരെ ഭംഗിയായിട്ട് ഈ കഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്, സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിൽ അഭിനയിക്കുന്ന എല്ലാവരും തന്നെ പുതുമുഖങ്ങളാണെന്നാണ്, വളരെ 1-2 പേരൊഴികെ ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. പക്ഷേ ആ ഒരു തോന്നൽ നമുക്ക് തോന്നുന്നേയില്ല. എല്ലാവരും വളരെ നല്ല ഭംഗിയുള്ള അഭിനയം, വളരെ രസകരമായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്.